മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആശുപത്രിയിലത്തെ ബബിതയോട് വൈജിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ എന്തായാലും ആ വീട് മാറുകയാണത് ചെയ്യും. അങ്ങനെ എഗ്രിമെൻറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് ബബിതയെ കാണിക്കുന്നുണ്ട്. അപ്പം അമ്മ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോകുമെന്ന് ഉറപ്പിച്ച, പിന്നെ അല്ലാതെ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് തന്നെ പോകും. പിന്നെ അവൾ ആ വീട്ടിൽ എത്ര നന്നായിട്ട് സൂചിച്ചൊന്നും വാഴത്തില്ല. എൻ്റെ ശാപം അവിടെ തലയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് അവൾ ആ വീട്ടിലത്ര സൂചിച്ച് വാഴത്തില്ലെന്ന് പറയുകയാണ്. എന്തായാലും വൈജയുടെ കുറേ ശാപവാക്കുകളൊക്കെ അലീനയെ പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുമ്പം അയാൾ എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ 100 രൂപയെന്നാണ് പറയുന്നത്. 100 രൂപ കൂടുതലല്ലേ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് 500 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ബാക്കി മൊത്തവും കൊടുക്കാതെ അയാൾ ബബിതയെ പറ്റിച്ച് അയാളങ്ങ് പോവുകയാണ്. എന്തായാലും ബബിത വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പം കൃഷ്ണമോള് വന്ന് ഡോറ് തുറക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരം പോയി വിളമ്പി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് കൃഷ്ണമോൾ സ്കൂളിൽ കൊണ്ടുവെക്കാൻ ടിഫിൻ ബോക്സ് എടുത്ത് ബബിത ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബിത ചോദിക്കണം, നീ ആശുപത്രിയിൽ പോയ കാര്യമൊന്നും ചോദിച്ചില്ല, അമ്മയുടെ വിവരമൊന്നും ചോദിച്ചില്ലേ? എന്ത് ചോദിക്കാനാണ്, ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നു, നിന്നെ അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞായിരുന്നു, അതെന്തിനാ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അത് അച്ഛനും അലീനയും കൂടെ എറണാകുളത്ത് പോയ കാര്യം നീ അമ്മയോട് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ദേഷ്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മയാണെങ്കിൽ പുതിയ വീട് കണ്ട് അങ്ങോട്ടേക്ക് മാറാനായിട്ടിരിക്കുകയാണ്. ഫോണിൽ റൂമിൻ്റെയും മറ്റേ ഫോട്ടോസൊക്കെ എന്നെയും കാണിച്ചു തന്ന്, എഗ്രിമെൻറ്റും കാണിച്ചു തന്ന്, അമ്മ ഉറപ്പായിട്ടും മാറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അപ്പം ഈ കുടുംബം രണ്ടാവും ഉറപ്പല്ലേ? അപ്പം ബബിത പറയാണ്, അതിനെന്താ സംശയം, രണ്ടാവും, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോവുകയും ചെയ്യും എന്ന് ബബിത പറയാണ്. ചേച്ചി, അമ്മയുടെ കൂടെ പോവാതെ നമ്മൾ ഒരുമിച്ച് നിന്നാലല്ലേ അമ്മ ചെയ്യുന്നത് തെറ്റായിട്ടെന്ന് തോന്നത്തുള്ളൂ. അപ്പം ബബിത പറയാണ്, ഒരുമിച്ച് നിൽക്കണം, അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ അല്ല, അമ്മയുടെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പം അച്ഛൻ ഒറ്റയ്ക്കോ, അപ്പോൾ അച്ഛൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാവും. അലീന ഈ വീട്ടിലുണ്ടെങ്കിൽ ഈ ഗേറ്റ് കിടക്കത്തില്ലെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. കഷ്ടം, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്ന് കൃഷ്ണമോള് പറയാണ്. ആ ഒരു വാക്ക് മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അതിനുശേഷം ഈ സമയത്ത് അലീനയും ബാലചന്ദ്രനും കൂടെ DYSPയെ കാണാൻ പോയേക്കാണ്. കൂടെ കുര്യച്ചനും ജോബിച്ചനും ഉണ്ട്. അപ്പം ബാലേന്ദ്രൻ ഒരു പരാതി പോലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, ഇത് പരാതിയാണെങ്കിലും ഇതിൽ കാര്യങ്ങളെല്ലാം സത്യസന്ധമായ സാറേ എന്ന് പറയാണ്. അപ്പോൾ DYSP ചോദിക്കുകയാണ്, അതൊക്കെ ഞാൻ വായിച്ചായിരുന്നു, നിന്നെയല്ലയോ അന്ന് ഞാൻ രക്ഷിച്ചേ എന്ന് അലീനയോട് ചോദിക്കുകയാണ്. അതെ, പിന്നെ നീയാണെങ്കിൽ പിന്നെ എന്തിനാ ആ ശരണ്യയുടെ വീട്ടിലേക്ക് പോയത്? അവിടെ പോയി എന്താ, അവളെ സ്വാധീനിക്കാൻ പോയതാണോ, ഒഴിമാറ്റി പറയണമെന്ന് പറയാൻ പോയതാണോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലില്ല സാറേ, ഞാൻ അതിനൊന്ന് കെയർ ചെയ്യാൻ പോയതാണ്, അത് ആത്മഹത്യയുടെ വക്കിലായിരുന്നു, അങ്ങനെ അവളെ കെയർ ചെയ്യാൻ പോയതാണ്. അപ്പം നീ അവിടെ ആദ്യം പോയപ്പോഴല്ലേ നിന്നെല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയത്? അതെ സാറേ, എന്നിട്ട് പോലീസ് വന്ന് പരാതി എടുക്കാൻ നേരത്തെ നീ എന്താ പറഞ്ഞത്, അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്, പരാതി ഇല്ലെന്നല്ലേ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അത് സാറേ, അവർ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ, അവരുടെ ജീവിതം ഞാൻ കാരണം എന്തിനാ നശിക്കുന്നതെന്ന് വിചാരിച്ചെന്ന് അലീന പറയാണ്. അപ്പോൾ DYSP ഒക്കെയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസും നിയമവും നീതിയൊന്നും വേണ്ടല്ലോ, എല്ലാവരും അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതിയല്ലോ എന്ന് DYSP പറയുകയാണ്. എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ജീവിതയുടെ വാക്കെന്താണോ അത് എല്ലാവരും മുഖവിലക്കെടുക്കത്തുള്ളൂ എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മോൻ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ DYSP പറയാണ്, അവനത്ര പുണ്യാളനൊന്നും ആക്കണ്ട, അവനത്ര നല്ലവനൊന്നും അല്ല, അവൻ ഈ കാര്യത്തിൽ ഗൂഢാലോചനയിൽ അവനുണ്ട്, അങ്ങനല്ലേ അവൻ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പം കാര്യങ്ങൾ അവൻ വിചാരിച്ചതിനപ്പുറമാണെന്ന് തോന്നിയപ്പം അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, അതാണ് സംഭവം ഉണ്ടത്, അല്ലാതെ അവൻ പുണ്യാളനൊന്നും അല്ല എന്ന് DYSP പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. പിന്നെ അവൻ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അങ്ങനാണ് അവൻ ഈ കുറ്റം ചെയ്യാതെ പോരുന്നതെന്ന് പറയുകയാണ്. പിന്നെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ കുട്ടി വന്ന് അലീനയോട് ആ സത്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല, അത് വന്ന് കോടതിയിൽ പറയണം. അപ്പോൾ കുര്യച്ചൻ പറയാണ്, അലീനയോട് സത്യം പറഞ്ഞാൽ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് DYSPയോട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുര്യച്ച, ആ കുട്ടി എന്ത് വന്ന് കോടതിയിൽ പറയുന്നു അതാണ് മൊഴി, അത് 4 പേരുണ്ടെന്ന് ആദ്യം പറഞ്ഞു, രോഹിത്തിൻ്റെ പേരും പറഞ്ഞു, ഇനി അതിലൊരു മാറ്റവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതല്ലെങ്കിൽ ആ കുട്ടി തന്നെ നേരെ കോടതിയിൽ വന്നിട്ട് പറയണം അവൻ എന്നെ ഒന്നും ചെയ്തില്ലെന്ന്, അതിന് മറ്റുള്ളവർ സമ്മതിക്കുമെന്നും തോന്നില്ല എന്ന് DYSP പറയാണ്. പിന്നെ കുറച്ച് ദിവസത്തിന് മുമ്പ് അവിടെ പാർട്ടിക്കാരും പ്രമാണിമാരും അതിൻ്റെ അച്ഛനും എല്ലാവരും കൂടി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പരാതി തന്നേക്കുവാണ്, നിങ്ങൾ അവരെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്, അതിൽ പ്രതിയുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ശരണ്യെ സ്വാധീനിക്കാൻ നോക്കുന്നെന്നൊക്കെ. ആ ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് എന്തെങ്കിലും മൊഴി സത്യസന്ധമായി പറയണമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ശരണ്യെ
ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണെന്നും പറഞ്ഞ് നാളെ മാധ്യമങ്ങൾ വരും. അതിനെന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്? പോലീസിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചെന്നും പറഞ്ഞ് ഞങ്ങളുടെ പേരും കൂടെ വരും. ഞങ്ങൾക്കതിലൊരു കാര്യമില്ല. ഇപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് DYSP പറയാണ്. അപ്പം കുര്യച്ചൻ പറയാണ്, സത്യസന്ധമായ കാര്യമല്ലേ, അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ DYSP പറയാണ്, കുര്യച്ച, അതിജീവിതം എന്ത് പറയുന്നതോ അതാണ് സത്യം. ആ കുട്ടി വന്ന് കോടതിയിൽ വന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ന് DYSP പറയാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും നടക്കാതെ അവർ ഭയങ്കര വിഷമത്തോടെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്താണെങ്കിൽ ബബിതയും കൃഷ്ണമോളും കൂടെ കാത്തിരിക്കുകയാണ്. കൃഷ്ണമോളെ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ അലീന വന്നിട്ട് ചോദിക്കുകയാണ്, മോൾ ഇതുവരെ ഒന്ന് യൂണിഫോം അയച്ചിട്ടില്ലേ? ചേച്ചിയെ കാത്ത് നിന്നെയാണെന്ന് കൃഷ്ണമോൾ പറയാണ്. ബാ എന്നെങ്കിൽ ചായ ഇട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് അലീന ആണെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പം ബാലേന്ദ്രൻ വരുമ്പോൾ ബബിതയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ പോയ കാര്യം ഒന്നും നടന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഒന്നും നടന്നില്ല, അവരെല്ലാം നന്നായിട്ട് സഹകരിച്ച് DYSP വരെ കണ്ട്, പക്ഷേ കാര്യമൊന്നും നടന്നില്ല എന്ന് പറയാണ്. അപ്പം ബബിതയാണെങ്കിൽ ബാലേന്ദ്രനെ പിടിച്ചുകൊണ്ടുവന്നുണ്ട് ടേബിളിൽ ഇരുത്തിയിട്ട് പറയാം, അച്ഛൻ ഇവിടെ വന്നിരിക്കുക എന്ന് ചോദിക്കുകയാണ്. അച്ഛാ അവർക്ക് എന്താ വേണ്ടുന്നത്? പൈസയാണോ? അപ്പം ബാലേന്ദ്രൻ പറയാണ്, പൈസയാണെങ്കിൽ ഞാൻ എപ്പോഴേ കൊടുത്തിന്, അവർക്ക് വേണ്ടുന്നത് അതൊന്നുമല്ല, നമ്മുടെ ചോരയാണ്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ശരണ്യെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലെന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, വിചാരിച്ച പോലല്ല കാര്യത്തിൻ്റെ കിടപ്പിച്ച് കഷ്ടമാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവസാനത്തെ വാതിൽ അടഞ്ഞെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന ചായയായിട്ട് വരികയാണ്. അലീന പറയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും തോന്നരുത്. എന്താ? അച്ഛൻ വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും. ബാലേന്ദ്രൻ പറയാണ്, ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാനല്ലാതെ എന്ത് പോംവഴിയാണ് മോളെ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് അവളിൽ നല്ല വിശ്വാസമുണ്ട്. ശരണ്യക്ക് ആരെയും വിഷമിപ്പിക്കണമെന്നോ ഒന്നുമില്ല. അവൾ എന്തായാലും സത്യം കോടതി പറയുവച്ചാൽ രോഹിത് രക്ഷപ്പെടും എന്ന് പറയാണ്. അവിടെ മനസാക്ഷി വഞ്ചിച്ച് അവൾ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഒരു ആശ്വാസം വന്നിട്ട് ബാലേന്ദ്രൻ അങ്ങനെ കോടതിയിൽ വന്ന് ശരണ്യ സത്യം പറയുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്.